കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ കീർത്തിക്കുന്ന, ജനനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ദിവസമായി ഡിസംബർ 25 മാറി. ലോകചരിത്രത്തെ രണ്ടായി തരംതിരിച്ച് AD എന്നും BC എന്നും ആ ടേംസൊക്കെ മാറ്റണമെന്ന് പറയുന്നവരുണ്ട്. ആരെല്ലാം നോക്കിയാലും മാറുകയില്ല. കാര്യം തിരിക്കേണ്ടവൻ തിരിച്ചതാ, അതൊരിക്കലും മാറുകയില്ല. ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്ര പുരുഷനായ ക്രിസ്തു അവതരിച്ച ദിവസത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തിന് പല പ്രത്യേകതകളുള്ളതിൽ ചിലത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഒന്ന്, ജനനം നടക്കാതെ വണ്ണം, കാലങ്ങൾക്ക് മുന്നമേ തന്നെ ആ ജനനത്തെക്കുറിച്ച് നേരത്തെ തിരുവചനം പറഞ്ഞിരുന്നുവെങ്കിലും ആ ജനനം നടക്കാതെ വണ്ണം ശത്രു അനേക കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് പ്രത്യേകതകൾ ആ ജനനത്തിനുണ്ട്. ഈ ജനനം തടയേണ്ടതിനു വേണ്ടി യഹൂദൻ എന്ന വിശുദ്ധ വംശത്തെ ഇല്ലാതെയാക്കിയാൽ ആ ജനനം നടക്കത്തില്ല. കാര്യം ഒരു അശുദ്ധ തലമുറയിലൂടെ ജനിക്കുന്നവനല്ല ദൈവപുത്രനായ ക്രിസ്തു. ആകയാൽ യഹൂദ സമൂഹത്തെ ആത്മീയമായി വഷളാക്കുവാൻ ആവുന്നതെല്ലാം ചെയ്തു. രണ്ട്, ദൈവപ്രമാണത്തിൽ നിന്ന് വിപരീതമായി ആരെങ്കിലും നടന്നാൽ അവരിലൂടെ ഒരു വിശുദ്ധ പൈതലിൻ്റെ ജനനം നടക്കുകയില്ല. അതുകൊണ്ട് ദൈവപ്രമാണത്തിൽ നിന്ന് അവരെ മറിച്ച് കളയുവാൻ ആവുന്നത്ര ശ്രമിച്ചു. ജനനം നടക്കാതെ വണ്ണം പല ശ്രമങ്ങൾ നടന്നെങ്കിലും തക്ക സമയത്ത് യേശു ജനിച്ചു. ജനനത്തിങ്കൽ തന്നെ കൊന്നുകളയുവാൻ, ഒന്ന്, അമ്മയ്ക്ക് ഒരു ഡെലിവറിക്കുള്ള സ്ഥലം കൊടുക്കാതെ വഴിയമ്പലക്കാരുൾപ്പെടെ പലരും അടച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. അതിനകത്ത് ഡിഫറെൻറ്റ് ചോയ്സസ്. വഴിയമ്പലക്കാരൻ്റെ തീരുമാനം സ്ഥലം കൊടുക്കണ്ടെന്നായിരുന്നു. നിങ്ങളുടെ തീരുമാനം എന്തുവാ? ഇടയന്മാരുടെ തീരുമാനം നമ്മൾ പട്ടണത്തിലൊന്ന് ചെന്ന് അല്ലെങ്കിൽ ബേത്ലഹേമിലേക്ക് ചെന്ന് ഈ ശിശുവിനെ കാണണമെന്ന നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്തുവാ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ പൈതലിനെ ലോകത്തിന് കൊടുക്കുവാനായിരുന്നു. ആകയാൽ ഈ പൈതൽ ലോകത്തിൽ ജനിച്ചു. ജനനത്തിങ്കൽ കൊന്നുകളയേണ്ടതിന് ഹേരോദാവ് വാളെടുത്തു. ജനനത്തിങ്കൽ കൊന്നുകളയേണ്ടതിന് ജനിക്കുവാൻ സ്ഥലം അനുവദിക്കാതെ പരിശ്രമിച്ചു. പക്ഷേ ആ വധശ്രമങ്ങളെ യേശു ജയിച്ചു. അഥവാ ദൈവം തന്നെ ജയത്തിലേക്ക് നടത്തി, തൻ്റെ പിതാവ് തന്നെ ജനത്തിലേക്ക് നടത്തി. മൂന്ന്, ആദ്യമേ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് പിതാവായ ദൈവമാണ്. ഏറെക്കുറെ BC 4000 ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏറെക്കുറെ 4000 വർഷങ്ങൾക്ക് മുന്നമേ ക്രിസ്തുവിനെ കുറിക്കുന്ന ഒന്നാമത്തെ പ്രവചനം പിതാവായ ദൈവം ഏദൻ്റെ മണ്ണിൽ സ്ത്രീയെയും പുരുഷനെയും, ആദിമനുഷ്യനായ പുരുഷനെയും സ്ത്രീയെയും ആദമിനെയും ഹൗവയെയും അവരെ വഞ്ചിച്ച സർപ്പത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും. അവൻ്റെ വരവിൻ്റെ പ്രധാന ലക്ഷ്യം സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നതായിരിക്കും. സർപ്പത്തിൻ്റെ വിജയം അവൻ്റെ കുതികാൽ തകർക്കുന്നതായിരിക്കും. ഈ സംഭവം 4000 വർഷങ്ങൾക്ക് മുന്നമേ പിതാവായ ദൈവം യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞു. ആദ്യത്തെ പ്രവചന പരിചയപ്പെടുത്തൽ അതായിരുന്നു. തൻ്റെ പരിചയപ്പെടുത്തൽ പ്രവചനാത്മാവിലായിരുന്നു. ഒറ്റയടിക്ക് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകുന്നതല്ല, ബന്ധപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാകുന്ന. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുന്നവനെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ബന്ധപ്പെട്ടവർക്കറിയാം യേശുവിനെക്കുറിച്ചാണ് ഈ വിളിച്ചു പറയുന്നത്. ദൈവിക പ്രവചനങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, കേൾക്കുന്ന സാധാരണക്കാരന് എട്ടും പൊട്ടും തിരിയാതെ വട്ടം തിരിയുമ്പോൾ ദൈവത്തിന് ഉള്ളവർക്ക്, പ്രവചനം മനസ്സിലാകേണ്ടവർക്ക് അതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലായിരിക്കും. വിശുദ്ധ പ്രവാചകന്മാർ തുടരെ അക്കാര്യം പറഞ്ഞതാണ് നാലാമത്തെ പ്രത്യേകത. വിശുദ്ധ പ്രവാചകന്മാർ കൂടെ അത് വിളിച്ചു പറഞ്ഞു. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കലൊരു പ്രവചനം വന്നാൽ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം മനുഷ്യ മനസ്സിൽ നിന്ന് മാറിയേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ നിയമങ്ങൾ മാറത്തില്ല. അബ്രഹാമിനോട് പിതാവായ ദൈവം വാഗ്ദത്തം പറഞ്ഞു. വീണ്ടും ആവർത്തിച്ചു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ദേശത്തെ അടക്കേണ്ടതിന്, ഭരിക്കേണ്ടതിന് ഞാൻ നിനക്കൊരു സന്തതിയെ തരും. തലമുറകൾ തോറും ആവർത്തിക്കപ്പെട്ട പ്രവചനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം പഴയ നിയമത്തിൻ്റെ എഴുത്തുകാർ തന്നെ 300-ലധികം പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം. അടുത്തത്, പല മതങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ ഉണ്ടെങ്കിലും ഞാൻ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിവിധ മതങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മോർമോൺ എന്ന മതത്തിലെ നെഫീം, അൽമായും, ഹെൽമാനും മുതലായ പ്രവാചകന്മാർ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നിർവഹിക്കപ്പെട്ടുവെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഡീറ്റെയിൽസ് മറ്റു മതങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്ന് കാണാം.
6, വഴിയൊരുക്കുവാൻ വേണ്ടി ആരെയാണ് അയച്ചത്? ആരെങ്കിലും ഒരുത്തൻ പോയി യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ചേച്ച് വാടാന്നും പറഞ്ഞ് കിട്ടിയ ഒരുത്തനെ അയക്കുകയല്ലായിരുന്നു. സ്നാപക യോഹന്നാനാണ് യേശുവിൻ്റെ വഴിയൊരുക്കുവാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പാരമ്പര്യമായി ഒന്ന്, അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും ഭക്തിയുള്ളവരായിരുന്നു. ഇരുവരും ഭക്തി നിറഞ്ഞവരായിരുന്നു. ഭക്തി നിറഞ്ഞ മാതാപിതാക്കൾക്ക് പ്രായത്തിൻ്റെ ആധിക്യത്തിലായ ശേഷം സാധാരണഗതിയിലുള്ള ജനനം നടക്കുവാൻ അസാധ്യമായിടത്ത് അടഞ്ഞ വാതിൽ തുറന്നുകൊണ്ട് ദൈവം അയച്ചവനായിരുന്നു. ഈ ഭൂമിയിലേക്ക് വന്ന് കറപ്റ്റായ ശേഷം യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാതെ കറപ്റ്റാകാതിരിക്കേണ്ടതിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത് യോഹന്ന സ്നാപകനെ പുറത്തെടുത്തു. ഈ ഗൗരവം മനസ്സിലാക്കണം. എൻ്റെ യേശുവിന് വഴിയൊരുക്കുവാൻ സാധാരണക്കാരനെ കൊണ്ടൊക്കത്തില്ല. തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നവനെ കൊണ്ടാകുകയില്ല. വിശുദ്ധരായ മാതാപിതാക്കൾക്ക് പ്രായം കഴിഞ്ഞ ശേഷം ജനിച്ച പൈതൽ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷക്തനായി വെളിയിൽ വന്നവൻ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ അന്നത്തെ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ലേവി കുടുംബത്തിൽ നിന്ന് പുറത്തു വരുവാൻ, പുരോഹിതപുത്രനായി ഒരുക്കുവാൻ ദൈവം അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അടുത്തത് വചനിപ്പ് പെരുന്നാൾ. ആ പദം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. റോമൻ കാത്തലിക്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണത്. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്ന് നീ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞ ആ സമയത്തെ വചനിപ്പ് പെരുന്നാൾ എന്നവർ വിളിക്കുന്നു. അത് ജഡമായി തീരേണ്ടതിനുള്ള വചനം കൊണ്ട് മറിയയുടെ കാതുകളിലൂടെ തൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതിന് ദൈവം അയച്ചതാരാണ്? സ്വർഗത്തിലെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫായ ഗബ്രിയേലിനെ തന്നെ പറഞ്ഞയച്ചു. ഇതേ ഗബ്രിയേൽ മുഖേനയാണ് യോഹന്ന സ്നാപകൻ്റെ ജനനത്തെയും വിളിച്ചു പറഞ്ഞത്. ഇറ്റ്സ് ഓൾ റോയൽ. നിസ്സാരമായ സാമാന്യമായ ഒരു കാര്യമല്ല. എനിക്കൊരു മകനുണ്ടായ വിവരം എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞത് പോസ്റ്റ്മാനാണ്, അല്ലെങ്കിൽ ഒരു ടെലഗ്രാം മേനാണ്. ഒരു ടെലഗ്രാമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിൻ്റെ ജനനം അറിയിക്കുവാൻ വന്നത് സ്വർഗത്തിലെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫായ മഹാപ്രഭുവായ ഗബ്രിയേൽ തന്നെയാണ് വന്നത്. ഗബ്രിയേലിനെ പറഞ്ഞു വിട്ടു. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് പറയുവാനും അതേ ഗബ്രിയേലിനെയാണ് വിട്ടത്. നിങ്ങൾ ഒരു കാര്യം അറിയണം, ഗബ്രിയേൽ വന്നൊരു വാർത്ത പറഞ്ഞാൽ അതിന് എതിരെ എഴുന്നേൽക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികളോട് പടവെട്ടേണ്ടതിന് മീഖായേൽ പുറകിലുണ്ട്. ദാനിയേൽ പ്രവചനം വായിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകും. ഇന്ന് പകൽ ഇരുന്നത് മുതൽ ദൈവാത്മാവിനോട് ഇടപെട്ടത് ജീവനും ചൈതന്യവുമുള്ള വചനമാണ്. സന്ധിമജ്ഞകളെ വേർതിരിക്കുന്നതാണ്. ചില രോഗികൾ സൗഖ്യമാകും. ഹൃദയത്തെ ചൈതന്യപ്പെടുത്തുന്നതാണ്. ക്ഷീണിച്ചിരിക്കുന്ന ചില ആത്മാക്കൾ ബലപ്പെടും. ഇത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഏത് ഇടത്തും കയറി ചെല്ലുവാൻ കഴിയുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഇടപെടുമ്പോൾ അത് സംഭവിക്കാതെ ഇരിക്കേണ്ടതിന് ശക്തിയേറിയ ശക്തികൾ എഴുന്നേൽക്കുമെങ്കിലും അവയേക്കാൾ ശക്തിയേറിയ മഹാപ്രഭുവായ മീഖായേലിൻ്റെ സൈന്യം വന്നത് നിവർത്തിച്ചു തരേണ്ടതിന് വേണ്ടി ഗബ്രിയേലിനെ വിട്ട് വാർത്തകൾ അറിയിച്ചു. വചനിപ്പ് പെരുന്നാൾ കൊണ്ടുകൊടുത്തത് ഗബ്രിയേൽ എന്ന മാലാഖയാണ്. ആരിലാണ് യേശു ജാതനായത്? ഞാൻ പറഞ്ഞ അസാമാന്യമായ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് നിരത്തുകയാണ്. എട്ടാമതായി, ആരിലാണ് ക്രിസ്തുവിൻ്റെ ജനനം നടന്നത്? കന്യകയായ ഒരു പെൺകുട്ടിയിലാണ് ക്രിസ്തുവിൻ്റെ ജനനം നടന്നത്. 9, ജനനം പറഞ്ഞതാരാണ്? ജനനം അറിയിക്കാൻ വന്നതാരാ? അതും ഗബ്രിയേൽ തന്നെയാണ്. 1, യോഹന്നാനെ അയക്കേണ്ടതിന് ഗബ്രിയേൽ ഇറങ്ങി വന്നു. 2, വചനിപ്പ് പെരുന്നാളിന് മറിയയുടെ കയ്യിൽ വചനമെത്തിക്കേണ്ടതിന് ഗബ്രിയേൽ ഇറങ്ങി വന്നു. 3, ജനിച്ചു എന്ന വിവരം നാട്ടിൽ പരസ്യമാക്കുവാൻ ഗബ്രിയേൽ തന്നെ ഇറങ്ങി വന്നു. 3 പ്രാവശ്യങ്ങളിൽ ഗബ്രിയേൽ ഇറങ്ങി വന്നു. ചേർന്ന് പറഞ്ഞവർ ആരൊക്കെയാണ്? ഞാൻ ആ ഭാഗം ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് പലതിനകത്തും നമ്മൾ തിരിച്ചു വരും. ചേർന്ന് പറഞ്ഞത് ആരാണ്? സ്വർഗീയ സൈന്യത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് കൂടി. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കേണ്ട. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം ചേർന്ന് നിന്നുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ പാരമ്പര്യം അല്ലെ ഇസ്രയേലിൻ്റെ യഹൂദൻ്റെ നടപടിക്രമം ഒന്ന് തൊട്ടെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. യഹൂദൻ്റെ നടപടിക്രമപ്രകാരം, പാരമ്പര്യപ്രകാരം ജനിച്ചു വീഴുന്ന ഒരു പൈതൽ ആദ്യം കേൾക്കുന്ന ശബ്ദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശബ്ദമായിരിക്കണം. ഒന്നുകൂടെ ആവർത്തിക്കാം. ജനിച്ചു വീഴുന്ന ഒരു പൈതൽ
ആദ്യം കേൾക്കുന്ന ശബ്ദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ശബ്ദമായിരിക്കണം. അതിനുവേണ്ടി യഹൂദന്മാർ സാധാരണ ചെയ്യുന്നത് എന്താണ്? ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയമാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവ് തൻ്റെ ഭാര്യയെ, ജനിക്കുവാനുള്ള കുഞ്ഞിൻ്റെ അമ്മയെ ഒരു റൂമിനകത്താക്കി സൂതികർമ്മിണികളുടെ സഹായത്താൽ ആ കുഞ്ഞിൻ്റെ ജനനം നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ആദ്യം കേൾക്കുന്ന ശബ്ദം അമ്മയുടെ കരച്ചിലിൻ്റെ ശബ്ദമായിരിക്കും. അത് വരാതെ ഇരിക്കേണ്ടതിന് പിതാവ് തൊട്ടടുത്ത മുറിയിൽ നല്ലൊരു സംഗീത വിഭാഗത്തെ വിളിച്ചിരുത്തും. ദൈവത്തിന് സ്തുതി പാടുന്ന ഒരു സംഗീത വിഭാഗത്തെ വിളിച്ചിരുത്തുകയും അവർ ഉച്ചത്തിൽ സംഗീതം പാടിക്കൊണ്ടിരിക്കവേ പൈതൽ ജനിച്ചു വീഴുകയും അങ്ങനെ മറ്റേത് ശബ്ദത്തെക്കാളും ഉപരിയായി ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ജനിക്കുകയും ചെയ്യുന്നത് അന്നത്തെ പ്രകൃതമായിരുന്നു. ഒരുപക്ഷെ ജോസഫിന് ഒരു ചിന്ത കാണും, അക്ഷരികമായി ഞാനല്ല ഈ കുഞ്ഞിൻ്റെ പിതാവെങ്കിലും ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ ദൈവദൂതൻ എന്നോട് ആവശ്യപ്പെട്ടതിനാൽ ഞാനാണ് ഈ കുഞ്ഞിൻ്റെ വളർത്തപ്പൻ, എനിക്ക് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരണം. പക്ഷേ ഈ വല്ലാത്ത സാഹചര്യത്തിൽ, ഈ ഞെരുക്കുന്ന സാഹചര്യത്തിൽ ആരാണ് ഇവിടെ പാട്ടുപാടാനിരിക്കുന്നത്? ഞാൻ എവിടെ ചെന്നൊരു ഗായക സംഘത്തെ കൊണ്ടുവരും? പെട്ടെന്നാണ് ഒരു ശബ്ദം, സ്വർഗീയ സൈന്യത്തിൽ നിന്ന് ഒരു വിഭാഗം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്താ പറയുന്നത്? ജോസഫേ, നീ അല്ല പിതാവ്, ഇതിൻ്റെ പിതാവ് വേറൊരാൾ സ്വർഗത്തിലുണ്ട്. ആരാലും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത സ്തുതിഗാനങ്ങൾ ഉച്ചരിക്കുന്ന ഒരു വിഭാഗം സ്വർഗത്തിലുണ്ട്. അവർ വന്ന് സ്തുതിഗീതങ്ങൾ പാടും. ആ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കും യേശു കുഞ്ഞ് പിറക്കുന്നത്. ഹെബ്രിയേൽ മാലാഖ വന്ന് നിങ്ങൾക്കടയാളം, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ആ പദം ശ്രദ്ധിച്ചോണം. അവിടെ ഉണ്ടെന്നല്ല, നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ശീലകൾ ചുറ്റും. ജനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പാട്ട് കേൾക്കാമോ? സ്വർഗീയ സൈന്യം പാടുന്ന പാട്ട് കേൾക്കാമോ? ജനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കും. നിങ്ങൾക്കതാണ് അടയാളം. നിങ്ങൾ പോയി കാണുക. തൻ്റെ ജനന വിവരം വിളിച്ചു പറയുവാൻ സ്വർഗീയ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടെ തൻ്റെ ഹെബ്രിയേൽ തന്നെ ഇടയന്മാരുടെ അടുക്കലെത്തി. ആ ഇടയന്മാരെക്കുറിച്ച് ഒരു പദം കൂടെ ഞാൻ വീണ്ടും എടുത്തു പറയാം. യഹൂദമതത്തിൻ്റെ തത്വപ്രകാരം അതാത് കാലഘട്ടങ്ങളിൽ അവർക്ക് ഉണർവ് നടക്കുമ്പോൾ പ്രവാചകന്മാർ എല്ലാ ഉണർവിലും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്തോടടുത്തും യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഉണർവ് നടക്കുകയായിരുന്നു. അനേക പ്രാവശ്യങ്ങളിൽ ഇവിടെ ഉണർവുകൾ നടന്നിട്ടുണ്ട്. ആ നടന്ന ഉണർവിൽ പ്രവാചകന്മാർ പ്രവചിച്ചു, ഇന്ന കാലഘട്ടത്തിനകം മശിഹ ജനിക്കും. മശിഹ ജനിക്കുമ്പോൾ മശിഹയ്ക്ക് ഒരു യാഗം നടത്തണം. മശിഹ ഒരു കുഞ്ഞായി ജനിക്കുമെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ. മശിഹ വരും, പ്രത്യക്ഷപ്പെടുമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത. അങ്ങനെ ഒരു മശിഹ വരുമ്പോൾ ആ മശിഹയ്ക്കൊരു യാഗം നടത്തണം. ആ യാഗം നടത്തേണ്ടതിന് വേണ്ടി ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ വേണം. അതുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർ, ഭക്തരായ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു. ഇത് ഇവിടെ വന്നൊരു കർത്താവിൻ്റെ ദാസൻ എടുത്തതാണ്. വേദപുസ്തകം ചൊവ്വെ പഠിക്കേണ്ടതിന്, ആധികാരികമായി പഠിക്കേണ്ടതിന് വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നെങ്കിലും യെരുശലേമിൽ പോയി ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് അവരുടെ സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും ചേർന്ന് പഠിച്ച പാസ്റ്റർ ജോൺ റൂബൻ ഇവിടെ വന്ന് പ്രസംഗിച്ചതിൻ്റെ ഭാഗമാണ് ഞാൻ എടുത്തു പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ നടന്ന ഉണർവിൽ മശിഹ ജനിക്കുമെന്ന് അറിഞ്ഞതിനാൽ, ആ മശിഹ വരുമ്പോൾ, ജനിക്കുമെന്ന് പറഞ്ഞ പദം ക്ഷമിക്കണം, മശിഹ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞതിനാൽ ആ മശിഹയ്ക്ക് യാഗം കഴിക്കേണ്ടതിന് ഒരാടിനെ വേണമെന്നും അത് ഊനമില്ലാത്ത ആടായിരിക്കണമെന്നും വിധിച്ചുകൊണ്ട് അപ്രകാരം ഒരു ആട്ടിൻകുട്ടി ജനിക്കണം, എൻ്റെ ആടിലൂടെ ജനിക്കണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ഇടയന്മാർ ആടുകളുമായി വന്ന് യെരുശലേമിൽ പാർത്തിരുന്നു. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാട് ജനിച്ചാൽ ഒരൊറ്റ രോമം പോലും മറ്റൊരു നിറമില്ലാത്ത, ഒരൊറ്റ നിറം മാത്രമുള്ള ആടിനെയാണ് യാഗം കഴിക്കുന്നത്. കണ്ണിനും കൈക്കും കാലിനും ഒന്നും കേടില്ലാത്ത, ഊനമില്ലാത്ത ഒരാടിനെയാണ് യാഗം കഴിക്കുന്നത്. അങ്ങനെ ഒരാട് എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ജനിച്ചു വീണു എന്ന് പറഞ്ഞാൽ ആ ആടിനെ അന്നേരം തന്നെ വേർതിരിച്ചു നിർത്തി മശിഹ വെളിപ്പെടുമ്പോൾ തനിക്ക് യാഗം കഴിക്കുവാൻ വേണ്ടി ആ ആടിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെക്ക് ചെയ്യുവാൻ ഒരു കൂട്ടം പുരോഹിത ഇടയന്മാരും പാർപ്പുണ്ട്. പാതിരാത്രിക്കായിരിക്കും ഒരുത്തൻ വന്ന് പറയുന്നത്, എൻ്റെ ആട്ടിൻകൂട്ടിലൊരു കുഞ്ഞുണ്ടായി, അതിന് ഒരേ നിറമാണ്, അതിന് യാതൊരു ഊനവുമില്ല. പക്ഷെ ഒരു പുരോഹിതനാണ് പോയി അത് ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്ത ശേഷം ഒരു നിറം, ഒരു രോമം പോലും മറ്റൊരു ഉള്ളതില്ലാതെ യാതൊരു ഊനവുമില്ലാത്ത ഒരാടാണെന്ന പുരോഹിതനാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. അതിനുവേണ്ടി വന്ന പുരോഹിത ഇടയന്മാരവിടെ പാർപ്പുണ്ട്. അപ്രകാരം ഒരു ആട് ജനിച്ചാൽ ആ ആടിനെ സാധാരണ രീതിയിൽ കിടക്കാതെ അതിനെ വസ്ത്രങ്ങളിൽ പൊതിയേണ്ടതിന് വേണ്ടി
റാറ്റ്സുമായിട്ടാണ് ഇടയന്മാർ കഴിയുന്നത്. ഈ സമയത്താണ് യേശു കുഞ്ഞിന് ജനിക്കുവാൻ ഇടമില്ലാതെ ഇരിക്കുകയും അമ്മയായ മറിയയെ കൊണ്ടുവരികയും ചെയ്യുന്നത്. അമ്മയായ മറിയ ഒരു കുഞ്ഞിന് ജനനം കൊടുത്തു. പക്ഷെ കുഞ്ഞിനെ പൊതിയേണ്ടതിന് തുണിയുമായിട്ടല്ല അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വഴിയിൽ വെച്ച് ഇങ്ങനൊരു ജനനം ഉണ്ടാകുമെന്ന് കരുതിയില്ല. കുഞ്ഞിന് ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇടയന്മാർ പരസ്പരം പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള തുണികളിൽ ഒരെണ്ണം ഈ മനുഷ്യക്കുഞ്ഞിന് കൊടുക്കാം. ദൂതന്മാർ പറയുകയാണ്, നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി, ആടിന് പൊതിയുവാനുള്ള ശീലകൾ ചുറ്റി ബലിമൃഗമായ ദൈവപുത്രനെ പുൽത്തൊഴുത്തിൽ കിടത്തിയിരിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ പോയി കാണുക. യേശുവിൻ്റെ ജനനത്തിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ ആവർത്തിക്കുകയാണ്. ഇനിയും യേശുവിനെ തൊട്ട് കാണിച്ചു കൊടുത്തവരാരാണ്? ഒന്ന് ശിമയോൻ എന്ന പ്രവാചകൻ. ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുന്നമേ മരണം ആസ്വദിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായ ശേഷം ദേവാലയത്തിൽ വന്ന് കാത്തിരുന്ന ഒരു ശിമയോൻ ഉണ്ടായിരുന്നു. ശിമയോനാണ് യേശുവിനെ തൊട്ട് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് കയ്യിലോട്ട് വാങ്ങിച്ചു വെച്ച് പറഞ്ഞ്, നാഥ അങ്ങാരാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രപഞ്ചത്തിൻ്റെ ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ അങ്ങേ എൻ്റെ കൈ കൊണ്ട് എടുക്കുവാൻ അങ്ങനെക്ക് പദവി തന്നല്ലോ. ആ പദം മറക്കണ്ട. പ്രപഞ്ച സൃഷ്ടാവായ അങ്ങേ, ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി ഇവിടന്ന് വന്ന അങ്ങേ, എൻ്റെ കൈ കൊണ്ടൊന്ന് എടുക്കുവാൻ എനിക്ക് പദവി ലഭിച്ചല്ലോ ശിമയോൻ. രണ്ടാമത് തൊട്ട് കാണിച്ചത് ഹന്ന എന്ന പ്രവാചകയാണ്. ഹന്ന എന്ന പ്രവാചകയും അടുത്തു വന്നു. പിന്നെ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ച് യേശുവിനെ അംഗീകരിച്ച ചരിത്രം കാണാം. തൊട്ട് കാണിച്ചവർ ഇവരൊക്കെയാണ്. 12 പരസ്യമാക്കിയത് ആരാണ്? യോഹന്നാനാണ് പരസ്യമാക്കുന്നത്. യോഹന്നാനെ, അങ്ങേക്ക് യേശുവിനെ കുറിച്ച് പരസ്യമാക്കുവാൻ എന്തു വഴി? അവനേക്കാൾ 6 മാസം മൂത്തതും അവൻ്റെ ചാർച്ചക്കാരനും പാപമില്ലാതെ ജീവിച്ചവനും അമ്മയുടെ ഉദരത്തിൽ വെച്ച് അഭിഷക്തനായവനുമായ പുരോഹിത പുത്രനാണ് ഞാൻ. എനിക്ക് വിളിച്ചു പറയും, അവനെ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ കഴിയും. ഇന്ന് പകൽ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ, പലർക്കും പരിചയപ്പെടുത്തുവാൻ, വിളിക്കപ്പെട്ട ദൈവ പൈതലേ, ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കൃപ തരട്ടെ. അഭിഷേകത്തിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ദൈവം കൃപ തരട്ടെ. വിശുദ്ധനായ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തി. 2, യേശുവിൻ്റെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ആര് നിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമോ? മത്തായിയുടെ സുവിശേഷം 3:15 സ്നാനസമയത്ത് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നത് നീ കാണുമോ? അവനായിരിക്കും ദൈവപുത്രൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവും യോഹന്നാനും ചേർന്ന് യേശുവിനെ അവിടെ പരിചയപ്പെടുത്തിയതായി കാണാം. ആട്ടെ, ശിഷ്യന്മാരുടെ മുമ്പിൽ യേശുവിനെ പരിചയപ്പെടുത്തിയത് ആരാണ്? പഴയ നിയമത്തിലെ ന്യായപ്രമാണവും പ്രവചനവുമായ മോശയും ഏലിയാവും കൂടെ മറുരൂപമലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നു. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പിതാവിങ്കിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ചെവി കൊടുക്കുകയും. മോശ അടുത്തു വന്ന് നോക്കി, അടിയനെ ഏൽപ്പിച്ച ന്യായപ്രമാണം തന്നെയാണോ ഈ നിൽക്കുന്നത്? അതെ, വചനം ജഡമായി ഉരുത്തിരിഞ്ഞവനാണ് ഇവൻ. മോശയത് സർട്ടിഫൈ ചെയ്തു. ഏലിയാവ്, ഞാൻ പ്രവചിച്ചു നടന്നവനാണോ ഈ വന്നിരിക്കുന്നത്? ഏലിയാവ് അത് കണ്ടു. ഏലിയാവും മോശയും ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ മോശയെയും ഏലിയാവിനെയും നിർത്തിക്കൊണ്ട് പിതാവായ ദൈവം തൻ്റെ 3 ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി വെച്ച് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 14-ാമത്തെ പ്രത്യേകത, ഒടുവിലത്തെ സാക്ഷികൾ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ ബ്രദറെ, ഒത്തിരി വാക്യങ്ങൾ വായിക്കാതെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഒന്ന് നിൽക്കട്ടെ. കർത്താവായ യേശുവിനെ കുരിശിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് തനിക്ക് ലഭിക്കുന്ന അവസാനത്തെ സാക്ഷ്യമാണ്. ഇവൻ ദൈവപുത്രനാണെന്ന് അവസാനത്തെ സാക്ഷ്യം ലഭിക്കുവാൻ വേണ്ടി ഉരിയാട വസ്തുക്കൾ സംസാരിക്കുവാൻ തുടങ്ങി, പ്രകടനം കാണിക്കാൻ തുടങ്ങി. യേശു ഒരു ശബ്ദം വെച്ചു, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന ശബ്ദം യേശു കാൽവരിയിൽ ഉച്ചരിക്കുകയും മന്ദിരത്തിലെ തിരശ്ശീല പറഞ്ഞു, ഇവനാണ് ദൈവപുത്രൻ. അത് കീറി മാറി. ഒന്ന്, മന്ദിരത്തിലെ തിരശ്ശീല 2ആയി ചീന്തി. ഉരിയാടുവാൻ കഴിയാത്ത, സംസാരിക്കുവാൻ കഴിയാത്ത വസ്തുതകൾ വെളിവാക്കുവാൻ തുടങ്ങി. വായിച്ചാട്ടെ. ഭൂമി കുലുങ്ങി, ഭൂമി ചലനമാടി. വിയ തോമസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സകല പ്രപഞ്ചത്തെയും വഹിച്ചു നിർത്തുന്നവനായ ക്രിസ്തു കാൽവറിയിൽ പൊലിഞ്ഞണയുന്നത് കാണുമ്പോൾ കൺട്രോൾ തെറ്റിയ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടി കളഞ്ഞു. അത് കുലുങ്ങുവാനിടയായി. വായിച്ചു.
പാറകൾ പിളർന്നു. സാക്ഷാൽ സഭയുടെ മൂലക്കല്ലായി തോമസിന്റെ ഭാഷയാ, സഭയുടെ മൂലക്കല്ലായി അവരോധിക്കപ്പെടേണ്ട ക്രിസ്തു 5 വിധ മാരകായുധങ്ങളാൽ പണി പൂർത്തിയായി. യഹൂദൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യതയുമുള്ള കല്ലാണ് ഇവനെന്ന് പറഞ്ഞ് പിതാവ് അംഗീകരിച്ചപ്പോൾ ഈ ലോകത്തിന്റെ കരിമ്പാറകൾ കീറി മാറി. കല്ലറകൾ തുറന്നു. ഇതുവരെയും മരണത്തിന്റെ ശക്തിയെ കാണിച്ചുകൊണ്ട് അടഞ്ഞുകിടന്ന കല്ലറകൾ പറഞ്ഞു, വിശുദ്ധന്മാരുടെ മീതെ മൂടിയിരിക്കുവാൻ ഇനി ഞങ്ങൾക്ക് കഴിയുന്നതല്ല. കല്ലറകൾ പറഞ്ഞു, ഈ മരിച്ചവൻ സാധാരണക്കാരനല്ല, ഇവൻ ദൈവപുത്രനാണെന്ന് വിളിയാണത്. അടുത്തത്, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങൾ പറഞ്ഞു, ഇവൻ ദൈവപുത്രനാണ്. പിന്നെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. റോമൻ ഗവൺമെന്റിന്റെ പട്ടാളക്കാരുടെ ശതാധിപൻ, അവന്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാകുവാൻ. ഉരിയാടാവുന്ന ഒരുത്തനാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം. സംസാരിക്കുവാൻ കഴിയാത്ത പ്രകൃതി, മന്ദിരത്തിലെ തിരശ്ശീല മുതൽ സൂര്യനും ആകാശവും ഭൂമിയും വരെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് സാക്ഷ്യം വഹിച്ചു. കല്ലറകളും പാറകളും മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേറ്റ ആത്മാക്കളും സാക്ഷ്യം പറയുമ്പോൾ ഇതൊന്നും അറിയാതെ ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ട് അരികെ നിന്ന് ശതാധിപൻ പറഞ്ഞു, ഇവൻ ദൈവപുത്രനായിരുന്നു. മാത്രമല്ല, യേശുവിനെ കാത്തും കൊണ്ട് നിന്ന ഒരു വിഭാഗമുണ്ട്. അവർ കൂലിവേലയ്ക്ക് വേണ്ടി വന്നവരാ. ഒന്നുകിൽ പുരോഹിതന്റെ കയ്യിൽ നിന്ന് കൂലി വാങ്ങി അവനെ വേറൊന്നും സംഭവിക്കുന്നില്ല, കൊല്ലുകയാണെന്ന് ഉറപ്പുവരുത്താൻ നിന്നവർ. ഇല്ലെങ്കിൽ റോമൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കൂലി വാങ്ങി ഇവനെ കൊന്നു തീർത്തുവെന്ന് പറയുവാൻ ഉത്തരവാദിത്വപ്പെട്ട പട്ടാളക്കാർ കാത്തു നിന്നവരും പറഞ്ഞു, ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം. ഒടുവിലത്തെ സാക്ഷികൾ അവരായിരുന്നു. സൂര്യൻ, പാറകൾ, തുറന്ന കല്ലറകൾ, വിശുദ്ധന്മാർ, ശതാധിപൻ. ഇങ്ങനെ പിന്നത്തെ സാക്ഷികൾ. 15-ാമത്തേത്, പിന്നത്തെ സാക്ഷികൾ. മഹിമ കണ്ട പത്രോസ് പറഞ്ഞു, ഞങ്ങൾ സാക്ഷികൾ, ഞങ്ങളവൻ്റെ മഹിമ കണ്ടവരാണ്. ഞാൻ ചോദിക്കട്ടെ, 16, ഇന്നത്തെ സാക്ഷികൾ മഹിമ കണ്ട ഞാനും നിങ്ങളും. ഇന്നത്തെ സാക്ഷികൾ മഹിമ കണ്ട ഞാനും നിങ്ങളും. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ചില പ്രധാന കാര്യങ്ങളാണ് ഞാൻ ആരംഭത്തെങ്കിലൊന്ന് തൊട്ടത്. ഇനി ചില കാര്യങ്ങൾ ഗൗരവമായി ഒന്ന് ഇളകി ചിന്തിക്കുവാൻ കഴിഞ്ഞ രാത്രി മുതൽ ഇന്നലെ രാവിലെ മുതൽ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവി ഒരൊറ്റ കാര്യം തന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഇന്നലെ ദൈവം എന്നോട് അതുപോലെ ശക്തമായി ഇടപെട്ടതുകൊണ്ട് വീടിനകത്തുനിന്ന് പുറത്തു വരാതെ അകത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഹോൾ 24 hours, 24 മണിക്കൂറെങ്കിലും വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. വെളിയിലോട്ട് ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല. ദൈവാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുമസ് അത് ചിലരുടെ ജീവിതത്തിലൊന്ന് സഫലമാകുവാൻ ഇവിടെ വന്ന ശേഷമാണ് രോഗശാന്തി ഉൾപ്പെടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ കൊണ്ട് മനസ്സിലാക്കിയത് വേറൊരു ഏരിയ ആയിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് രോഗശാന്തിയും അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് ഇന്ന് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത്. ഇന്നലെ മുഴുവനും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നത് മറ്റൊരു ഭാഗമാണ്. ഞാൻ അതുവഴി ഒന്ന് ഓടിച്ചു കയറി പോകുവാൻ, എളുപ്പം അതുവഴി പോകുവാനായി താല്പര്യപ്പെടുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? റോമാലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. നിങ്ങൾ വിളിച്ചു പറയുന്നത്, ഞാൻ വിളിച്ചു പറയുന്നത് ഒരു പക്ഷേ വേറൊരാൾ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? ഇല്ല. വർഷങ്ങൾക്ക് മുന്നമേ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പലത് കണ്ടെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം അവിശ്വാസികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വിരോധമായി ശബ്ദിക്കുന്നവർ സംസാരിച്ച കാലത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു ചോദ്യമാണിത്. വിശുദ്ധ പൗലോസ് അത്ഭുതങ്ങളെക്കുറിച്ചും വീര്യപ്രവൃത്തികളെക്കുറിച്ചും സാക്ഷ്യം പറയുമായിരുന്നു.
ചിലർ പറയാറുണ്ട് അങ്ങനെയുള്ളൊന്നും പറയരുതെന്ന്. അല്ല, തിരുവചനത്തിൻ്റെ രേഖകൾ പ്രകാരം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭ ഒരുമിച്ച് കൂടിയപ്പോൾ അപ്പോസ്തലന്മാരെല്ലാവരും, പൗലോസും ബർന്നബാസും പ്രത്യേകിച്ചും, തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ദൈവം ചെയ്യിച്ച അത്ഭുതങ്ങൾ സഭയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടവരിൽ പലരും പറഞ്ഞു, ചുമ്മാതാ, കള്ളമാ 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 കള്ളമാ, ഞങ്ങളിത് വിശ്വസിക്കുന്നില്ല. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എന്നെ കള്ളനെന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവിശ്വാസ നിമിത്തം ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? ഒരു നാളുമില്ല. ആരെങ്കിലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയില്ല. ഇന്ന് പകൽ ചിലത് ചെയ്യുവാൻ സ്വർഗം ഇതിന് നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ചിലർ അവിശ്വസിച്ചാൽ അവിശ്വസിക്കട്ടെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയില്ല. ഇന്ന് പകൽ ദൈവം ചിലതിനെ നവചൈതന്യത്തിലേക്ക് നടത്തേണ്ടതാണ്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ ജനനം നടന്നത് എന്തിനു വേണ്ടിയാണ്? ജഡത്തിൻ്റെ കയ്യാലുള്ള ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ആവർത്തിക്കാം. ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണം നല്ലത്, ന്യായപ്രമാണം ഉന്നതം, ന്യായപ്രമാണം ശ്രേഷ്ഠം. പക്ഷേ ആ ശ്രേഷ്ഠമായ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം ജീവിക്കുവാൻ എൻ്റെ ജഡത്തിന് കഴിയാതെ വന്നതിനാൽ, എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതെ വന്നതിനെ നിവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ മനുഷ്യ സാദൃശ്യത്തിൽ സ്ത്രീയുടെ സന്തതിയായി ഈ മണ്ണിലേക്ക് അയച്ച സംഭവമാണ് ക്രിസ്തുമസ്. എന്താണ് ക്രിസ്തുമസ്? ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ തൻ്റെ പുത്രൻ മനുഷ്യരൂപത്തിലായി ചെയ്തു കാണിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ഈ മണ്ണിലേക്ക് അയച്ച സംഭവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. തീമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളോട് വായിക്കാം. ഇനി അധിക വാക്യം വായിക്കാതെ ഞാൻ നോക്കാം, വിത്ത് എക്സെപ്ഷൻ. തീമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. ദൈവഭക്തിയുടെ മർമ്മം ഇങ്ങോട്ട് വിളിച്ചു പറയുകയാണ്. മോനെ തീമോത്തിയോസേ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരാൻ താല്പര്യപ്പെടുന്നു. പൗലോസിന്റെ വാചകങ്ങളാണ്. ഞാൻ താമസിച്ചു പോയാൽ നീ ഒരു കാര്യം അറിയണം, ദൈവഭക്തിയുടെ മർമ്മം എന്താണ്? കർത്താവായ യേശു എന്ന രക്ഷകൻ ദാവീദിൻ്റെ പട്ടണത്തിൽ ജഡവേഷം ധരിച്ചിറങ്ങി വന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. ജഡത്തിൽ വെളിപ്പെടുന്ന സമയത്ത് ജഡകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ആത്മാവിന് പ്രാധാന്യം കൊടുത്തു. 40 നാൾ വിശന്നിരുന്നപ്പോൾ സാത്താൻ അവനോടൊരു കാര്യം ആവശ്യപ്പെട്ടു, ഈ കല്ല് അപ്പമാകുവാൻ ആവശ്യപ്പെടുക. കർത്താവ് പറഞ്ഞു, നോ, പിശാച് പറഞ്ഞത് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു ഭൂത ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഏതോ പ്രത്യേക കാര്യത്താൽ ഞാനത് ഓർത്തു. ഒരു ഭൂത ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്ന് ഞങ്ങളൊരു ഭൂതബാധിതനായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഭൂതാത്മാവിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ താ, പിന്നെ ഞാൻ പൊക്കോളാം. ഞങ്ങൾ പറഞ്ഞു, നത്തിങ് ഡൂയിങ്. പിശാച് പറയുന്നത് അനുസരിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. നീ വെള്ളം ചോദിച്ചാൽ തരത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. കാര്യം നീ പറയുന്നത് കേൾക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഒരാളിന് തൻ്റെ സ്വന്തക്കാരനാണ് ഭയങ്കര സങ്കടം തോന്നിയിട്ട് പറഞ്ഞു, അങ്ങനല്ല, വെള്ളം ചോദിക്കുന്നതിന് കൊടുത്തേ പറ്റൂ, നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ ഭൂതം പോയതായിട്ട് എനിക്കറിവില്ല. ഞങ്ങൾ ഇങ്ങ് വരികയും ചെയ്തു. പിശാച് പറയുന്നത് ഒന്നും സമ്മതിക്കാത്തതാണ് ദൈവപുത്രൻ്റെ പ്രകൃതി. കല്ലിനോടപ്പമാകാൻ പറഞ്ഞാൽ ആകും, കല്ലിനോടപ്പമാകാൻ പറഞ്ഞാൽ ആകും. ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, വിശപ്പുണ്ട്, പക്ഷെ നീ പറഞ്ഞത് കേൾക്കത്തില്ല. അതാണ് എൻ്റെ പ്രകൃതി. സാത്താൻ ആവശ്യപ്പെട്ടതായതുകൊണ്ട് അത് ചെയ്യത്തില്ല. അതാണ് എൻ്റെ പ്രകൃതി. തേണ്ട തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യന് കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയതാ. പക്ഷെ സാത്താൻ പറയുമ്പോഴല്ല, ദൈവം പറയുമ്പോഴായിരുന്നു വേണ്ടത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, ദൈവത്തിൻ്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുവാൻ, സാത്താൻ പറഞ്ഞത് അംഗീകരിക്കാതിരിക്കുവാൻ. ദൈവഭക്തിയുടെ മർമ്മം വിലയേറിയതാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. ദൂതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടവനാ. ദൂതന്മാരെന്ന് പറയുമ്പോൾ വിശുദ്ധ ദൂതന്മാരും അശുദ്ധ ദൂതന്മാരും അതിൽ ഉൾപ്പെടുമെന്ന് മറക്കരുത്. പിശാചിൻ്റെ കൺമുൻപിൽ നിന്നവനാണ്. നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് സ്വജനത്തിന് മുമ്പിൽ ചോദിച്ചവനാണ്. ദൈവഭക്തിയുടെ മർമ്മം വലിയതാണ്.
ഒന്നാമത്തെ പ്രോഫസി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രോഫസി ഞാൻ ഓടിച്ചു പോകാൻ പോകുകയാണ്. പലർക്കും അറിയാവുന്നതാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചു പോകുന്നുവെന്ന് മാത്രം. ഉൽപ്പത്തി 3:15 BC 4000 ചേർന്ന് പിതാവായ ദൈവം പറയുന്നതാണ് സ്ത്രീയുടെ സന്തതിയായി പിറക്കുന്നവൻ. വേറൊരു പ്രവചനം BC 2000 ക്രിസ്തുവിൻ്റെ വരവിന് ഏറെക്കുറെ, ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏറെക്കുറെ 2000 വർഷങ്ങൾക്ക് മുന്നമേ അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നതാണ്, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ പ്രവചനത്തിൻ്റെ ഗൗരവം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് നിലവിലുള്ള കൊള്ളാവുന്ന കണ്ടുപിടുത്തങ്ങളിൽ 94% അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ് കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ, ഐ റിപ്പീറ്റ്, ഭൂമിയിൽ അവരുടെ ജനസംഖ്യ 0.001% മാത്രമുള്ളപ്പോൾ 0.001% അതിൽ താഴെയോ മാത്രം ജനസംഖ്യ ഉള്ളതായ ഇസ്രയേലാണ് കണ്ടുപിടുത്തങ്ങളുടെ കൂട്ടത്തിൽ 94% നിർവഹിച്ചതെന്ന് പറയുമ്പോൾ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടാത്ത ഒരാളും ഇതിനകത്തില്ല. ഞാനും നിങ്ങളും ഉടുത്തിരിക്കുന്ന വസ്ത്രം ഉണ്ടാക്കുന്ന തുണിമില്ല് കണ്ടുപിടിച്ചത് ഇസ്രയേല്യനാ. ഞാനും നിങ്ങളും എഴുതുന്ന പേന കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാ. ഇവിടെ തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റ് കണ്ടുപിടിച്ചത്, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ഇസ്രയേൽ ശാസ്ത്രജ്ഞന്മാരാ. എൻ്റെ തലയിലിരിക്കുന്ന മൈക്ക് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാ. ഇസ്രയേലി ശാസ്ത്രജ്ഞന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടാത്ത ഒരുത്തനും ഭൂമിയിലില്ല. ഇന്നത്തെ കാട്ടാളന് പോലും ഇസ്രയേലിൻ്റെ അനുഗ്രഹമുണ്ട്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമാറ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ച് അനുഗ്രഹിക്കുകയാ. വചനത്തിന് ജീവനുള്ളതാ കേട്ടോ, വചനത്തിന് ചൈതന്യമുള്ളതാ കേട്ടോ. ഇന്ന് പകൽ നമ്മിൽ ചിലരെ കൂടെ ചലിപ്പിക്കുവാൻ ഈ വചനത്തിന് കഴിയുന്നതാകയാൽ നാം ദൈവത്തെ സ്തുതിക്കുന്നു. BC 2000 അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാണിത്. ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളം, 49:10 അവകാശമുള്ളവൻ വരുവോളം രാജധണ്ണ് യഹൂദയുടെ കയലുകളുടെ ഇടയിൽ നിന്ന് മാറുകയില്ല, അവൻ യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിക്കുമെന്ന് അന്ന് തന്നെ പ്രവചിച്ചു. BC 1590 തേണ്ട മോശ പറയുകയാണ്, എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പ്രവചനം ആവർത്തിക്കുക. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വ്യത്യസ്ത ആശയങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിലും വ്യത്യസ്ത ശബ്ദങ്ങളിലും ആശയങ്ങളിലും ഇതേ ഒരേ ഒറ്റ കാര്യം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തനം 18:15 മോശ പറയുന്നത്. ആവർത്തനം 18:15 മോശ വിളിച്ചു പറയുകയാണ്, ദൈവം എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ മധ്യേ നിന്ന്, സഹോദരന്മാരുടെ മധ്യേ നിന്ന് എഴുന്നേൽപ്പിക്കും. അടുത്തത് യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനമാണ്. അയ്യോ, വിശദീകരിച്ചാൽ എങ്ങും തീരത്തില്ല. യേശുവിൻ്റെ കന്യകാജനനം വളരെ വളരെ വിസ്താരമേറിയതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഈ മകൻ്റെ പ്രത്യേകത ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. ബേഥേൽ, ദൈവം നമ്മോടുകൂടെ. ഇന്നലെ രാവിലെ എന്നോട് ഇടപെട്ട് തുടങ്ങിയ ഒന്നാമത്തെ ആശയം ഇതായിരുന്നു, ദൈവം നമ്മോടുകൂടെ. ഇന്നും ജീവനുള്ളവൻ, ഇന്നും പ്രവർത്തിക്കുന്നവൻ. കുറച്ചിങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളതിൻ്റെ ഗൗരവത്തിലേക്ക് ഇറങ്ങി വരും. ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നത് വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവനം കഴിക്കും. ഇത് ഒരു പ്രവചന ഭാഗമാണ്. യെശയ്യാവ് പറയുന്നതാണ്. ഏതാണ്ട് ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിന് 600-ലധികം വർഷങ്ങൾക്ക് പുറകിൽ യെശയ്യാവ് പറയുന്നൊരു പദമാണ്, കന്യകയിൽ നിന്നാണ് ജനനം. ആരും എന്നെ അതോറിറ്റിയായിട്ട് കോട്ട് ചെയ്യണ്ട, അഭിപ്രായമായിട്ട് എടുത്ത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ വിധിച്ചാൽ മതി, അതോറിറ്റിയായിട്ട് എടുക്കണ്ട. വേദപഠിതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നത്, സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് സാധാരണഗതിയിൽ ജനിച്ചതായിരുന്നെങ്കിൽ ആവശ്യമുള്ള ഹോർമോണുകൾ അമ്മയുടെ ശരീരത്തിൽ ഉളവാകുകയും അത് മുഖേന കുഞ്ഞിനെ ഊട്ടുവാനുള്ള പാൽ അമ്മയ്ക്ക് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ഇത് കന്യകാ ജനനമായിരുന്നതിനാൽ അപ്രകാരമുള്ള ഹോർമോണുകൾ അമ്മയ്ക്കില്ലാതെ പോയതിനാൽ അവളുടെ കന്യകത്വം നഷ്ടപ്പെടാതിരുന്ന സാഹചര്യത്തിൽ കുഞ്ഞിന് കൊടുക്കാൻ അമ്മയ്ക്ക് പാലില്ലായിരുന്നു. തൈരും തേനും കൊണ്ട് താൻ കൊറ്റു കഴിക്കേണ്ടതായി വന്നു. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞിന് കൊടുക്കുവാനുള്ള പാൽ അമ്മയ്ക്കില്ല, കാര്യം കന്യകാ ജനനമാണ്. അതുകൊണ്ട് തൈരും തേനും കൊണ്ട് അവൻ കൊറ്റു കഴിക്കും.
എവിടെയായിരിക്കും യേശു ജനിക്കുന്നത്? മീഖയുടെ പുസ്തകം 5:2-3 നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കുവാനുള്ളവർ പ്രസവിക്കുവോളം അവൻ അവളെ ഏൽപ്പിച്ചു കൊടുക്കും, അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ്റെ ജനനം പണ്ടേ ഉള്ളതാണ്. കാലങ്ങൾക്ക് മുന്നമേ മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിച്ചവൻ, കാലത്തികവിങ്കൽ പിതാവില്ലാതെ മാതാവിൽ നിന്ന് ജനിച്ചവൻ, കാലസമ്പൂർണതയിൽ എന്നിലും നിങ്ങളിലും ജനിച്ച് ജീവിക്കുന്നവൻ. അവൻ്റെ ജനനം പുരാതനമായുള്ളതാണ്. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് അതൊക്കെ കാര്യങ്ങളാണ്. എന്നാൽ ജനിക്കുവാനുള്ള സമയം വരെ പ്രസവിക്കുവാനുള്ള മറിയ പെൺകുട്ടി ഇരിക്ക്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങളിലൂടെ ക്രിസ്തു ജനിക്കുവാൻ, എന്നിലൂടെ ക്രിസ്തു ജനിക്കുവാൻ, നമ്മിലൂടെ ക്രിസ്തു ജനിക്കുവാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ ജനിച്ചിരിക്കും. സത്യം. മത്തായിയുടെ സുവിശേഷം 1:16 അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ഇന്ന് പകൽക്കാലം ഈ യേശു ജീവനോടിവിടെ ഉണ്ടെങ്കിൽ എന്നിൽ നിന്ന് ജനിക്കും, നിങ്ങളിൽ നിന്നും ജനിക്കും. ഇനി ഇന്നത്തെ സന്ദേശത്തിൻ്റെ മുഖ്യ പ്രമാണമുള്ള ഭാഗത്തേക്ക് കടക്കാൻ പോകുകയാണ്. ദാവീദിൻ്റെ പേരും വംശവുമായവൻ. ദാവീദ് ക്രിസ്തുവിന് ഏറെക്കുറെ 1000 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്നയാളാണ്. ക്രിസ്തുവിന് ഏറെക്കുറെ 1000 വർഷങ്ങൾക്ക് മുന്നമേ ജീവിച്ചിരുന്നയാളാണ് ദാവീദ്. 2-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. താൻ അഭിഷക്തനാണെന്നും തനിക്ക് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുമെന്നും 2-ാം സങ്കീർത്തനം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ ഇന്ന് കാണുന്നത് ആർപ്പുവിളിയും ക്രൈസ്തവ എതിർപ്പും കണ്ടാൽ 2-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ പ്രായോഗികത ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുന്നമേ, ഇത് ക്രിസ്തു ജനിച്ചിട്ട് 2000 കഴിഞ്ഞു, ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുന്നമേ ദാവീദ് എഴുതി വെക്കുന്നതാണ്. സങ്കീർത്തനങ്ങൾ 132:11 ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ദാവീദിനോടവൻ സത്യം ചെയ്തു. ഒരു പ്രവചനത്തിന്, ദൈവവചനത്തിലെ ഒരു പ്രവചനത്തിന് അനേക ഭാഗിക നിവർത്തീകരണങ്ങളുണ്ട്. ഒരു പൂർണ്ണ നിവർത്തീകരണവും പല ഭാഗിക നിവർത്തീകരണങ്ങളും കാണും. അതിലൊരു ഭാഗിക നിവർത്തീകരണമാണ് ശലോമോൻ്റെ ജനനം. നിന്നിൽ നിന്ന് ഒരു സന്തതി എഴുന്നേറ്റ് വരുമെന്നും അവൻ ഇസ്രായേൽ സാമ്രാജ്യം ഭരിക്കുമെന്നും ദാവീദിനോട് കൽപ്പിച്ചതിൻ്റെ ഭാഗിക നിവർത്തീകരണമായിരുന്നു ശലോമോൻ്റെ വരവ്. എന്നാൽ അതിൻ്റെ ആത്മീക നിവർത്തീകരണം എൻ്റെ കർത്താവായ യേശു ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുന്നതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏറെക്കുറെ 600ഓളം വർഷങ്ങൾക്ക് മുന്നമേ യെശയ്യാവ് പറയുകയാണ്, 11-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. ഇനി നടക്കാൻ ഉണ്ട് ഒരു പ്രാവശ്യം കൂടെ. സഹസ്രാബ്ദ വാഴ്ചയിൽ ഈശായിയുടെ വേരായവൻ എൻ്റെ കർത്താവായ യേശു, നമ്മുടെ രക്ഷകനാകുന്ന യേശു ആളത്വമായി രാജ്യഭാരത്തിനു വേണ്ടി യെരുശലേം ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് ലോക ജനതയെ ഒരുമിച്ച് ഭരിക്കും. നിശ്ചയമായിട്ടും അതിനു മുൻപേ എതിർ ക്രിസ്തു എഴുന്നേറ്റിരിക്കും. അവനെ തോൽപ്പിച്ചുകൊണ്ടാണ് യേശു വരേണ്ടത്. ആ ഭാഗം വരെ കണ്ടുകൊണ്ടാണ് യെശയ്യാവ് എഴുതി വെച്ചത്. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായിയുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. യെരമ്യാവ് വിട്ടില്ല. അദ്ദേഹത്തിന് 600-ലധികം വർഷം മുൻപ്, ക്രിസ്തുവിന് 600-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ് യെരമ്യാവും പറയുന്നത്, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയോടെ ന്യായവും നീതിയും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവൻ യഹോവയുടെ നീതി എന്ന് പേർ പറയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് വരുവാനുള്ള കാലമാണ്. ഞാൻ ദാവീദിൽ തന്നെ തുടരട്ടെ. വെളിപ്പാട് പുസ്തകം 22:16 നമ്മൾ പാടിയായിരുന്നു. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് പറവാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത 2-3 ആഴ്ചകൾക്കകം എപ്പോഴെങ്കിലും ദൈവം എനിക്ക് കൃപ തരുന്നതിനൊത്തവണ്ണം ഉദയനക്ഷത്രം ഞാൻ സെപ്പറേറ്റായി തയ്യാറാക്കാം. ഉദയനക്ഷത്രം ഞാൻ ആരാണ്? ഞാൻ ദാവീദിൻ്റെ വേരാണ്. ദാവീദ് വരുന്നതിന് മുന്നമേ ഞാനുണ്ട്. ദാവീദിനെ ദൈവമെന്ന് വിളിക്കുവാൻ ഒരു വശത്ത് ദാവീദിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാ. ദാവീദെ അങ്ങ് ഉണ്ടാകുന്നതിന് മുന്നമേ എൻ്റെ ഉത്ഭവമുള്ളതാണ്.
ഭൂമിക്ക് അടിസ്ഥാനത്തിടുന്നതിന് മുന്നമേ എൻ്റെ ഉത്ഭവമുള്ളതാണ്. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ്. ഞാൻ ദാവീദിൻ്റെ വേരാണ്. ദാവീദ് വളം വലിച്ചത് എന്നിലൂടെയാണ്. ദാവീദ് വളർന്നത് എന്നിലൂടെയാണ്. വംശമാണ്, ദാവീദിൻ്റെ വംശമാണ് ഞാൻ. അവൻ്റെ കാലശേഷവും ഞാൻ തുടർന്നിരുന്നു. ശുഭ്രമായ ഉദയനക്ഷത്രമാണ്, ഇനി ഒരിക്കൽ വരുവാനുള്ളവനും കൂടെയാണ് ഞാൻ. നമ്മളതിലേക്ക് വീണ്ടും വരും. പ്രധാന ഭാഗം അത് തന്നെയാണ്. നാലാമത്തെ പ്രത്യേകത, ആത്മപൂർണനായ അഭിഷക്തനായ ക്രിസ്തു. ക്രിസ്തുമസിന് ജനിക്കുന്നവനായ ഈ യേശു ഒരു ഉണ്ണി യേശുവായി കിടക്കുന്നവനല്ല, ഇവൻ ഒരു അഭിഷക്തനായി മാറുന്നവനാണ്. ഇതാ യെശയ്യാവ് 42:1, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ജാതികളെ ഭരിക്കുവാനുള്ള, ന്യായം പ്രസ്താവിക്കുവാനുള്ള രക്ഷകനാകുന്ന യേശു ആത്മപൂർണനും അഭിഷക്തനുമാണ്. യെശയ്യാവ് 49:6, എൻ്റെ രക്ഷയുടെ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ശാസ്ത്രീയ വിശദീകരണം ഇതിന് ഭയങ്കരമാ, അങ്ങോട്ട് തിരിയാനൊക്കത്തില്ല. ജാതികളുടെ രക്ഷയായി ഞാൻ വെച്ചിരിക്കുന്ന നീ ജാതികൾക്കൊരു പ്രകാശമായിരിക്കും. ആദ്യത്തെ വചനം ഈ ബിഗ് ബാങ് ഉണ്ടായ ശേഷം ശാസ്ത്രലോകം പറയുന്നത് തുടർന്നുള്ള 3 ലക്ഷം വർഷങ്ങൾ കേവലം പ്രകാശം തന്നെ ചെതറിക്കൊണ്ടിരുന്ന ഈ പ്രപഞ്ചത്തിൽ അതിനെ അവർ റേഡിയേഷൻ ഇറ എന്ന് വിളിച്ചു. ഒരു 3 ലക്ഷം വർഷങ്ങൾ അവൻ്റെ വാക്കുകൾ പ്രകാശമാണ്. ആ വാക്കുകളിൽ ജീവനുള്ളതാണ്. ജാതികളുടെ നിയമങ്ങളും അതിനകത്തുനിന്നാണ് വരുന്നത്. യെശയ്യാവ് 61:1, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തു, അവൻ അഭിഷക്തനാണ് എന്ന് എടുത്തു പറയുന്നതായി കാണാം. ഇതേ കാര്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 വാക്യത്തിൽ യേശു ദേവാലയത്തിൽ കയറി നിന്ന് വായിച്ചത്. എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കയാൽ. അവിടെ ഒരു പദം യെശയ്യാവിൻ്റെ പുസ്തകത്തിലുള്ളത് യേശു എടുത്തു പറഞ്ഞിട്ടില്ല. ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കേണ്ടതിനും അവർക്ക് വിടുതലും അതേസമയം ന്യായവിധിയും പ്രസംഗിക്കേണ്ടതിന് എന്നെ അയച്ചിരിക്കുന്നു എന്ന പദം യെശയ്യാവിൽ കാണാം. യേശുവിൻ്റെ വരവിൽ യേശു ദേവാലയത്തിൽ പുസ്തകം വായിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ന്യായവിധി എന്ന ഭാഗം വിഴുങ്ങിക്കളഞ്ഞ് വായിച്ചില്ല. കാര്യം ഈ വന്ന വരവ് ന്യായവിധിക്ക് വേണ്ടിയല്ല, അതിനുവേണ്ടി ഞാൻ രണ്ടാമതൊന്നുകൂടെ വരും. ലോകത്തെ ന്യായം വിധിക്കുവാൻ, ജാതികളെ നേരോടെ ന്യായം വിധിക്കുവാൻ. ഇന്ന് കൈക്കൂലിയുടെയും റെക്കമെൻഡേഷൻ്റെയും കള്ളസാക്ഷികളുടെയും കൈകൊണ്ട് അനേക ന്യായവിധികൾ നടന്നു വരുമ്പോൾ നീതിയോടെ വിധിക്കുവാൻ ഞാൻ ഒരു വരവ് വരുന്നുണ്ട്. രാജാക്കന്മാരെ വിധിക്കുവാൻ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി ഞാൻ തിരിച്ചൊരു വരവ് വരാനുണ്ട്. ആ വരവിനെക്കുറിച്ച് യേശു ഒന്നാം വരവിൽ പറഞ്ഞില്ല. അവിടെയും ഇവിടെയും സൂചനകൾ ഉണ്ടെങ്കിലും യെശയ്യാവിൽ നിന്ന വാക്യം വായിക്കാതെ വിട്ടു. ദാനിയേൽ പ്രവചനം 9:25 ക്രിസ്തുവിന് ഏറെക്കുറെ 600 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചവനാണ് ദാനിയേലും. 600 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചവനാണ് ദാനിയേലും. അഭിഷക്തനായ ഒരു പ്രഭു എന്ന് ദാനിയേൽ 9:25 യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം. 5 ഹീസ് എ സഫറിംഗ് ക്രൈസ്റ്റ്. എബ്രായർ 12:10 സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. എബ്രായർ 2:10 കഷ്ടങ്ങളാൽ തികഞ്ഞവനായ രക്ഷാനായകൻ, the captain of my salvation, the captain of my salvation. നിങ്ങൾക്കൊരു സാൽവേഷൻ വേണോ? നടത്തുവാനൊരു ക്യാപ്റ്റനുണ്ട്. ക്യാപ്റ്റൻ പറയുന്നത് വഴി നടക്കാത്ത ആരും രക്ഷയിൽ വരത്തില്ല. ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ യേശുവാണ്. എന്താണ് യേശുവിന് പറവാനുള്ളത്? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക, വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവരോട് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കുവാൻ കൽപ്പിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു, അങ്ങോട്ട് തുടരുകയാണ്. എൻ്റെ ക്യാപ്റ്റന് ചിലതെല്ലാം കൽപ്പിക്കുവാനുണ്ട്. ക്യാപ്റ്റൻ കൽപ്പിച്ചതിലേ ഞാൻ പോകും. ഒരു പട്ടാളം എൻ്റെ ഒരു ഫ്ലൈറ്റ് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ലെഫ്റ്റ് ടേൺ ഡസൻ മീൻ റൈറ്റ് ടേൺ. ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടേൺ എന്ന് തന്നെ അർത്ഥം. അന്നേരം ലെഫ്റ്റ് ടേൺ തിരിയാത്ത ഒരുത്തനെ ആ ഫ്ലൈറ്റിൽ ക്യാപ്റ്റൻ അനുവദിക്കുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, തിരുവചനം എന്നോട് പറയുന്നത്, യേശു എന്നോട് പറയുന്നത്, അത് മൂന്നല്ല കേട്ടോ. തിരുവചനം എന്നോടൊരു കാര്യം പറഞ്ഞു
അറിഞ്ഞിരിക്കെ ആത്മാവെന്നോട് മറ്റേ ജാതി പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് വിട്ടേച്ചാൽ മതി. കാര്യം അതിൽ കവിഞ്ഞതൊന്നും അർഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവെന്നോട് ഇപ്പം സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവെന്നോട് ഇപ്പം വേർപെടണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ദൈവത്തിങ്കൽ നിന്നല്ല. തിരുവചനം എന്തു പറയുന്നു? അതിനപ്പുറത്തൊന്നും പരിശുദ്ധാത്മാവ് ഇടപെടാറില്ല. ആ ആത്മപ്രചരണം ലഭിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ലാതെ അവൻ എളിമത്വത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയെ കാണുവാൻ കഴിയും. സെഖരിയാവ് BC 500 വിളിച്ചു പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നൊരുത്തനെ ഞാൻ കൊണ്ടുവരും. ആ സഫറിംഗ് ലൈഫിനെ കുറിച്ച്, എളിമത്വത്തിൽ നിന്ന് ജീവിച്ചു തുടങ്ങുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. സെഖരിയാവ് 9 മുമ്പിൽ അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായിരിക്കുമെന്ന് പറഞ്ഞു. സെഖരിയാവ് 11:12 അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് എനിക്ക് തൂക്കിത്തന്നു. ഒടുവിൽ മരണശിക്ഷയാണെന്നും കൊലയ്ക്ക് കൊടുക്കുമെന്നും 30 വെള്ളിക്കാശ് വിലയായി യൂദ വാങ്ങുമെന്നും. ഒരുപാട് പേരുടെ പദങ്ങൾ കോട്ട് ചെയ്യാൻ എനിക്ക് ആശയുണ്ട്. നമ്മുടെ ക്ലോക്ക് സമ്മതിക്കുകയില്ല. യൂദ ഒരു 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. യൂദായിക്ക് ലാഭം 30 വെള്ളിക്കാശായിരുന്നു. മഹാപുരോഹിതന്മാർക്ക് കാര്യം അവരുടെ പ്രമാണങ്ങളായിരുന്നു. ശിഷ്യന്മാർക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നിത്യദൈവത്തിന് വേണ്ടിയിരുന്നത് M.A. വർഗീസിൻ്റെ രക്ഷയായിരുന്നു. നിത്യദൈവത്തിന് വേണ്ടത് ഇതിനകത്തിരിക്കുന്ന ഓരോ സഹോദരന്മാരുടെ, ഓരോ സഹോദരിമാരുടെ രക്ഷയായിരുന്നു. യൂദാ, നിനക്ക് 30 വെള്ളിക്കാശ് കിട്ടി, നീ അത് അനുഭവിച്ചില്ല. പക്ഷെ എനിക്ക് എൻ്റെ നിത്യരക്ഷയെ തരുവാൻ എൻ്റെ ദൈവത്തിന് പ്രസാദമായി. സെഖരിയാവിൻ്റെ പുസ്തകം 13:7 വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ ഇടയനും കൂട്ടാളിയുമായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് പറയുന്നതായി കാണാം. 6ാമത്തെ പ്രത്യേകത, വീണ്ടും വരുന്നവനായ യേശുവ. ഇന്ന് ഞാൻ ആ ഭാഗത്തോട്ട് കയറുന്നേ ഇല്ല. 7ാമത്തേത് ഒരു നിവർത്തീകരണ, ലാസ്റ്റ് പ്രോഫസി, യേശുവിനെ കുറിച്ചുള്ള ലാസ്റ്റ് പ്രോഫസി തൊട്ടേക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ചുള്ള ലാസ്റ്റ് പ്രോഫസി. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരും. 4000 വർഷം ഏദനിൽ തുടങ്ങിയ പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് 400 വർഷം മുമ്പേ അവസാനത്തെ പ്രവചന പദമായി മലാഖിയുടെ വായിൽ നിന്ന് വീണു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമപുരുഷനുമായവൻ പെട്ടെന്ന് തൻ്റെ ആലയത്തിൽ, തൻ്റെ മന്ദിരത്തിലേക്ക് വരുന്നു. ഇതാ അവൻ വരുന്നു. നിവർത്തീകരണം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31-32 നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിൽ മടങ്ങി വരികയാണ്. ആ പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങൾ മടങ്ങി വന്ന് ദൂതൻ പറയുക. ആരാ? സ്വർഗത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഏറ്റവും പ്രധാന ദൂതനായ ഹെബ്രിയേൽ. പഴയ നിയമം മുഴുവനും ദാവീദിൻ്റെ സന്തതി എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു വെച്ച് ദൈവം മറന്നുപോയില്ല. കന്യേ, നിന്നെ തപ്പി ഞാൻ ഇറങ്ങി വരികയാ. നിന്റെ തലമുറയിൽ തക്ക സമയത്ത് നീ ജനിച്ചു. ഓ ഗാഡ്, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ തലമുറയിൽ ജനിക്കേണ്ട സമയത്ത് ജനിക്കേണ്ട മാതാപിതാക്കളിലൂടെ നിങ്ങൾ ജനിച്ചു. പഴയ വാഗ്ദത്തങ്ങൾ പലതും സഫലമാകേണ്ടതിന് ഒരു ഒഴിഞ്ഞ പാത്രമായി ദൈവത്തിന് താങ്കളെ ആവശ്യമുണ്ട്. കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ദൂതൻ്റെ ആലോചന ഏറ്റെടുക്കുന്ന എന്നെ കേൾക്കുന്ന സകല സഹോദരന്മാരും സകല സഹോദരിമാരും കേട്ടോ. ദൂതൻ ആലോചനകൾ മറച്ചു വെച്ചില്ല, മറന്നുപോയില്ല. നീ അത്യുന്നതൻ്റെ പുത്രന് ജനനം കൊടുക്കാൻ പോകുകയാ. യോഹന്നാൻ്റെ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഫിലിപ്പിയർ 2:6-9 വരെ അവൻ ദൈവരൂപത്തിലിരിക്കെ, മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 1 തീമോത്തിയോസിൽ, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം. യോഹന്നാൻ്റെ സുവിശേഷം ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സ്വർഗത്തിൻ്റെ ഉന്നതം വരെ. മലയാളത്തിൽ ഒരു പാട്ടുകാരൻ ഒരിക്കലും ഇങ്ങനെ പാടി: മന്നിടത്തിൽ ക്രൂശതിൽ നിന്നും ഉയർന്നുയർന്ന് ഉന്നതമാം സ്വർഗത്തിലെത്തി എനിക്കവിടെ വാസം തരുവാൻ. ഇന്ന് പകലാ യേശു കാലങ്ങളുടെ മുമ്പിലെ പ്രവചന പുരുഷനാണ്. റോമലേഖനത്തിൽ നമ്മൾ കണ്ടു, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം കഴിയാഞ്ഞത് സാധിക്കേണ്ടതിന് ദൈവം ഇറങ്ങി വന്നു. ജഡത്തിൽ വെളിപ്പെട്ടാൽ ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു തന്നു. ഇന്ന് പകൽ വീണ്ടും തെളിയിച്ചു കൊടുക്കുവാൻ ഞാനും നിങ്ങളും പ്രാപ്തരാകണം. യേശുക്രിസ്തുവിലുണ്ടായിരുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഫിലിപ്പിയർ 2:5 ക്രിസ്തുവിലുള്ള സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുവിനെ സ്വീകരിക്കാത്ത ഒരാത്മാവും, അത് റിഫ്ലക്റ്റ് ചെയ്യാത്ത ഒരാത്മാവും ദൈവത്തിനുള്ളതല്ല. ഞാൻ നല്ല നിറഞ്ഞ ഒരു ആത്മീക സാന്നിധ്യത്തിലും ദൈവസാന്നിധ്യത്തിലുമായി ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതേസമയത്ത് ഗൗരവമുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒരുപാട് അന്യഭാഷ പറയുകയും തുള്ളിച്ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ മുമ്പിൽ, തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രതികരിക്കുന്ന വിധം കണ്ടപ്പോൾ ഇത് ദൈവാത്മാവ് അല്ല എന്ന് തീർത്ത് വിധിക്കുവാൻ എനിക്ക് തോന്നി. പലരുടെയും ഇടപെടൽ കാണുമ്പോൾ, പലരും ചൂടാകുന്നത് കാണുമ്പോൾ, പലരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് ദൈവികമല്ലെന്ന് കാണാം. ക്രിസ്തുവേശുവിലുള്ള സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതല്ലാത്ത ആത്മാവൊന്നും ദൈവത്തെങ്കിൽ നിന്നല്ല. ചുരുക്കം ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ അന്യഭാഷ പറയരുതെന്ന്. കാര്യം അവരുടെ സ്വഭാവവുമായി കാര്യങ്ങളുമായി നിരന്നു പോകുന്നില്ല. അത് അന്യഭാഷ ദൈവത്തെങ്കിൽ നിന്നാകണമെന്നില്ല. മറക്കരുത്, 42 വർഷം അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരാളിനെ നമ്മുടെ ഗംഗാനഗർ ചർച്ചിൽ വെച്ച് ഇന്നേക്കൊരു 35 വർഷങ്ങൾക്ക് മുന്നേ തലയിലോട്ട് കൈവെക്കുകയും തന്നിൽ വ്യാപരിച്ചിരുന്ന ദുരാത്മാവ് എഴുന്നേറ്റ് ശാസിച്ചപ്പോൾ വിട്ടുപോകുകയും ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഫ്യൂച്ചറായിൽ ഒരു ചർച്ചിൽ ഇതുപോലെ ഒരു അമ്മച്ചി, ഇവിടെ നമ്മുടെ ചർച്ചയിൽ അവർ പിന്നെ വന്നിട്ടുണ്ട്, ഇത് ശക്തികൾ പലതുമുണ്ട്. ദൈവിക സ്വഭാവവുമായി പൊരുത്തപ്പെടാത്ത ആത്മാവ് ദൈവത്തിനുള്ളതല്ല. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വിത്ത് എക്സെപ്ഷൻ, വാക്യങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞു. 1 എക്സെപ്ഷൻ, 7-ാമത്തേത് ഒരു നിത്യനിവർത്തീകരണത്തിലേക്ക് വരാൻ പോകുകയാണ്. ദാറ്റ്സ് എ സെക്കൻഡ് കമ്മിങ്. ബട്ട് സ്റ്റിൽ ഐ ലീവ് ഇറ്റ്. കാര്യം എനിക്ക് വേറെ ചില കാര്യം ചെയ്യാനുണ്ട്. അതൊരു 5 മിനിറ്റ് എനിക്കതിന് വേണം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു. വേറൊരു അവസരം ദൈവം തന്നാൽ ഞാൻ എടുത്തോളാം. ഒരു നിവർത്തീകരണത്തെക്കുറിച്ച് ഇന്ന് പറയട്ടെ. വെളിപ്പാട് പുസ്തകം 22:16 വായിച്ചു വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ തിരിച്ചവിടെ വരുമെന്ന്. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. ഞാൻ ദാവീദിൻ്റെ വേരാണ്. ദാവീദിനെ സപ്പോർട്ട് ചെയ്തത് ഞാനാ. ദാവീദിൻ്റെ വംശമാണ്. ദാവീദിൻ്റെ പിന്തുടർച്ച ഞാനാ. ഞാൻ ഉദയനക്ഷത്രമാണ്. അന്ത്യകാലത്തൊരിക്കൽ ഉദിക്കും. ഇന്ന് ബേഥേലിൽ ഒന്നുദിക്കും. ഞാൻ ഉദയനക്ഷത്രമാണ്. അന്ത്യകാലത്ത് ഞാൻ ഉദിച്ചു വരും. ഞാൻ പറഞ്ഞു ഉദയനക്ഷത്രം സെപ്പറേറ്റ് ചെയ്യാനൊന്നും തയ്യാറാക്കും. ഇന്ന് ചിലരുടെ ഉള്ളിലൊന്ന് ഉരുവാകും. ഇന്ന് ചിലരുടെ ശരീരത്തിലൊന്ന് ഉദിക്കും. സന്ധികളെയും മജ്ഞകളെയും വേർപെടുന്നത് വരെ, ബ്ലഡ് ക്യാൻസർ ഉൾപ്പെടെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ബ്ലഡ് ക്യാൻസർ ഉൾപ്പെടെ സന്ധികളെയും മജ്ഞകളെയും വേർതിരിക്കുന്നത് വരെ ശരീരത്തിൻ്റെ അകത്തേക്കും ആത്മാവിലേക്കും ജീവനിലേക്കും പാഞ്ഞു കയറുന്ന ഒരു വചനം. എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും. ആ മുള ഇന്നിവിടെ പുറപ്പെടട്ടെ. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായവനെ തേടി ഞാൻ നിങ്ങളും വന്നിരിക്കുക. ഇതൊരു പ്രാവശ്യം പറഞ്ഞതാ, 2-ാം പ്രാവശ്യം ഞാൻ അതിലൂടെ പോകുകയാ. വെളിപ്പാട് പുസ്തകം 3:7 ദയവായി വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 3:7 നമ്മൾ ഒന്ന് പാടിയതാണ്. വിശദീകരിച്ച് നമ്മൾ ഒന്നുകൂടെ പാടാൻ പോകുകയാ. വെളിപ്പാട് 3:7. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി. നിൽക്കട്ടെ, ദാവീദിന്റെ വംശമാണ്, വേരാണെന്ന് പറഞ്ഞല്ലോ. അടുത്തൊരു പ്രത്യേകത, ദാവീദിന്റെ താക്കോലുള്ളവനാ. ആ താക്കോലിൻ്റെ പ്രത്യേകത, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ, 6-ാം സഭയോട് പറയുന്നതാണ്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല.
ബഥേൽ നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. ഇത് ദൈവത്തിൻ്റെ വചനമാകയാൽ, ജീവനും വിശുദ്ധിയുമുള്ളതാകയാൽ, ജീവനും ചൈതന്യമുള്ളതാകയാൽ ഞാനിത് വിശ്വസിക്കുന്നു. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്, നട്ടം തിരിയുന്നതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജീവനും ചൈതന്യവുമുള്ള ഈ പുസ്തകം പറഞ്ഞു, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഇന്ന് പകൽ ചിലരുടെ എല്ലാം മുമ്പിൽ സ്വർഗത്തിലെ ദൈവം വാതിൽ തുറന്നിട്ട് അടയ്ക്കുന്നവൻ ആര്? ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവനാ, ദാവീദിന്റെ വംശമാ, ദാവീദിന്റെ വേരാ, ദാവീദിനെ ചുറ്റിപ്പറ്റ നിൽക്കുകയാ. രാജത്വത്തിന്റെ തുറക്കകൾ, പ്രൈസ് ദി ലോർഡ്, രാജാധിരാജാവായവൻ ഇന്ന് മുതൽ തുറന്നടയ്ക്കുവാൻ നിനക്ക് കഴിയുകയില്ല. വായിച്ചാട്ട് ബദറെ പ്ലീസ്, അത് കംപ്ലീറ്റ് ചെയ്താട്ടെ. 3:7 കംപ്ലീറ്റ് ചെയ്താട്ടെ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പലതിനെക്കുറിച്ചും വളരെ വളരെ വ്യാകുലപ്പെട്ട് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്നതിൻ്റെ നടുവിലാണ് ഇന്നലെ ഞാൻ പറഞ്ഞൊരു 24 hours വീടിനകത്തുനിന്ന് പുറത്തു വരാതെ അകത്തിരിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നു. അതിനകത്ത് വെച്ച് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനമായ ആശയം ഇതാ: തുറന്നത് ഞാനാ, തുറന്നത് ഞാനാ. ഹല്ലേലൂയ. 1983 ജൂൺ മാസത്തിൽ എനിക്ക് വേണ്ടി തുറന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 2021 ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ദിവസവും അടയ്ക്കുവാൻ ആരെ കൊണ്ടും കഴിഞ്ഞില്ല. മാധ്യമങ്ങൾ എഴുന്നേറ്റു, എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റു, ശത്രുക്കൾ എഴുന്നേറ്റു, സ്വന്തപ്പെട്ടവർ കുറ്റം പറഞ്ഞ് വട്ടം നടന്നപ്പോൾ എനിക്ക് വേണ്ടി തുറന്നത് തുറന്നിട്ടെങ്കിൽ അതേ കർത്താവേ തുറന്നിരിക്കുകയാണ്, ആരും അടയ്ക്കയില്ല. നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്, ആരും അടയ്ക്കയില്ല. കാര്യം തുറക്കുവാൻ വാതിൽ തൻ്റെ കയ്യിലുണ്ട്. വായിക്കാം, 5:5 കൂടെ വായിക്കാം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവന്, വെളിപ്പാട് 5:5 കൂടെ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, നിൽക്കട്ടെ. ഈ സാഹചര്യം യോഹന്നാൻ അപ്പോസ്തലനെ ഒരു വെളിപ്പാടിൽ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പുസ്തകം കണ്ടു. എൻ്റെ ബൈബിൾ എടുത്ത് കാണിക്കുക. ഒരു പുസ്തകം കണ്ടു. ഈ പുസ്തകത്തിൽ 7 മുദ്രകളുണ്ട്. ഈ 7 മുദ്രകൾ പൊട്ടിക്കാതെ ഈ പുസ്തകം തുറക്കാനൊക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പല നിയമങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചിലത് സ്വർഗത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി ചിലത് സ്വർഗത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് തുറന്ന് വായിക്കാനും. ബേസിക്കലി ഈ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ്, ഈ ഭൂമി ദൈവത്തിൻ്റെ വകയാ. എനിക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ മുദ്രയിട്ട് വെച്ചിരിക്കുക, തുറക്കാൻ കഴിയാതെ. അവിടെയാണ് ദൈവത്തിന് പറവാനുള്ളത്. യോഹന്നാൻ ഇത് കണ്ടുകൊണ്ട് കരഞ്ഞു. മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം കണ്ട് 7 സീല് പൊട്ടിക്കാൻ ഒരു മാർഗവുമില്ല. പുസ്തകം തുറപ്പാനോ അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനോ ശക്തനായി ഒരുത്തനെപ്പോലും കാണായികയാൽ ലൂസിഫർ മുദ്രയിട്ടതാ, ശത്രു മുദ്രയിട്ടതാ, ജയിച്ചെന്നും പറഞ്ഞവൻ ഇരിക്കുകയാണ്. സ്വർഗത്തിൽ എല്ലാവരും മൗനമായി നിൽക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഇത് കണ്ടുകൊണ്ട് കരയാൻ തുടങ്ങി. മൂപ്പന്മാരിൽ ഒരുവൻ എഴുന്നേറ്റ് പറഞ്ഞ, യോഹന്നാനെ കരയണ്ട. ഒന്നുകൂടെ വായിച്ചാട്ടെ ബ്രദറെ, 5:5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജയിച്ച തിരിച്ചുപോയത്. ആ ജയം പ്രാപിച്ചവൻ പുസ്തകം തുറക്കും. മുദ്രകൾ ഓരോന്നോരോന്ന് പൊട്ടിക്കുമ്പോൾ നടക്കുന്ന കോളിളക്കങ്ങൾ നിങ്ങൾക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ ഓരോ മുദ്രകൾ വീതം പൊട്ടിക്കുമ്പോൾ നടക്കുന്ന കോളിളക്കങ്ങൾ കാണാം. ഇന്ന് പകൽക്കാലം കോളിളക്കങ്ങൾ വട്ടത്തിൽ നടക്കുന്നെങ്കിൽ സ്തോത്രം, മുദ്രകൾ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങൾ വട്ടത്തിൽ നടക്കുന്നെങ്കിൽ മറക്കരുത്, മുദ്രകൾ പൊട്ടിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ തുടർന്നത് പൊട്ടട്ടെ. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, ആത്മീക ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, സാമ്പത്തിക ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, സാമൂഹിക ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം,
വിദ്യാഭ്യാസ മണ്ഡലം ദൈവകരങ്ങളിൽ കൊടുക്കാം. സകലതും ഇങ്ങോട്ട് വെച്ചോണ്ട് അങ്ങയുടെ വചനത്തിൽ എഴുതി അങ്ങയുടെ പ്രമാണം പറഞ്ഞു. ഇന്ന് ഇതിന്മേൽ മുദ്ര വീണു. യഹൂദ ഗോത്രത്തിന്റെ സിംഹമേ, ദാവീദിന്റെ വേരേ, എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണമേ. ഇതിന്റെ മുദ്രകൾ പൊട്ടട്ടെ. ഇന്ന് പകൽക്കാലം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ഇവിടെ ചില മുദ്രകൾ പൊട്ടട്ടെ. നമുക്ക് പാട്ട് ഒരു പ്രാവശ്യം കൂടെ പാടാം പ്ലീസ്. ഒരു പ്രാവശ്യം കൂടെ ഒരു സ്റ്റാൻസ നമുക്കൊന്ന് പാടാം. ദാവീദിന്റെ പേരും വംശമായോനെ. ഇത് പാടുമ്പോൾ അത് ആത്മാർത്ഥതയിൽ എടുക്കണം. മനസ്സിലായല്ലോ? ഒരു ക്രിസ്തുമസ് ഇന്ന് നടക്കട്ടെ. ഞങ്ങളുടെ ദൈവത്തിന്റെ ബലമുള്ള പാദത്തിലേക്ക് ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. അങ്ങ് അടച്ചാൽ ആരും തുറക്കുകയില്ല. ദൈവജനത്തിന് വിരോധവും പ്രതികൂലവുമായ വാതിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടഞ്ഞു മാറുവാൻ, സ്വർഗമൊന്ന് ഇറങ്ങി വരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. 7 രാജമുടികൾ ധരിച്ചവനെ, ഭൂമിയുടെ സകല ഭരണത്തിന്റെയും യജമാനനെ, ദൈവാധി ദൈവമേ, രാജാധി രാജാവേ, 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവരെ, സഭകൾ ആരാധിക്കുന്ന ദൈവപുത്ര, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ. പ്രതികൂലമായ വാതിലുകളെ അടച്ച് അനുകൂലമായ വാതിലുകളെ തുറക്കുവാൻ, തുറക്കുന്നവൻ തുറക്കുവാൻ, അടയ്ക്കേണ്ടത് അടയ്ക്കുവാൻ ഇന്ന് പകൽ ദൈവജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത് ജീവനുള്ളതായ വചനം, ജീവൻ അറ്റുപോകുന്ന ചിലർക്ക് ജീവൻ പകരുവാൻ, ഇന്ന് പകൽ ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ, അങ്ങയുടെ വചനമൊന്ന് അയക്കുവാൻ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സഭയൊന്നുകൂടെ ജീവിക്കുവാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ചൈതന്യപ്പെടുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സന്ധിമജ്ഞകളെ വേർപിരിക്കുന്ന ദൈവത്തിന്റെ വചനം, മജ്ഞകളിൽ വ്യാപരിക്കുന്നത്, സന്ധികളിൽ വ്യാപരിക്കുന്നത് രോഗശക്തികൾ യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ കീഴടങ്ങട്ടെ. മുദ്രകൾ പൊട്ടട്ടെ. ശത്രുവിന്റെ മുദ്രകൾ പൊട്ടട്ടെ. മുദ്രകൾ പൊട്ടട്ടെ. അങ്ങ് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്ന വാഗ്ദത്തങ്ങൾ സഫലമാകാതെ മൂടി വച്ചിരിക്കുന്ന മുദ്രകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടുക. യേശുവിന്റെ നാമത്തിൽ പൊട്ടുക. ഒരു ദൈവ വ്യാപാരം ദൈവസഭയ്ക്ക് വേണ്ടി ഇന്ന് എല്ലായിടത്തും വ്യാപരിക്കട്ടെ. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നവരെ പൊട്ടിത്തെറിക്കുവാൻ, ചിലതെല്ലാം പൊട്ടിമാറുവാൻ, നടക്കേണ്ട വിവാഹങ്ങൾക്ക് വിരോധമായി, സാമ്പത്തിക വിമോചനങ്ങൾക്ക് വിരോധമായി, സഭാ വളർച്ചയ്ക്ക് വിരോധമായി, ആത്മപ്രവർത്തികൾക്ക് വിരോധമായി പിശാചി വെച്ച മുദ്രകൾ യേശുവിൻ നാമത്തിൽ പൊട്ടിത്തെറിക്കുവാൻ, മുദ്രകൾ പൊട്ടിക്കുവാൻ, അറുക്കപ്പെട്ട കുഞ്ഞാടേ, ജയം പ്രാപിച്ച കുഞ്ഞാടേ, യഹൂദ ഗോത്രത്തിലെ സിംഹമേ, അങ്ങൊന്ന് എഴുന്നേറ്റ് വരുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ ജനത്തിനു വേണ്ടി ചെയ്യണമേ. ഇവിടെ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ റിക്വസ്റ്റുകളെ ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിൽ ഓരോന്നിൻ്റെ മേൽ തൃക്കരം തൊടണമേ. ഓരോന്നിൻ്റെ മേൽ തൃക്കരം തൊടണമേ. തിരുമുമ്പിൽ അർപ്പിച്ച സ്തോത്ര വഴിപാടിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. നീട്ടപ്പെട്ട കരങ്ങളെ അങ്ങ് അധികം ബലപ്പെടുത്തണമേ. അധികം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ ജനത്തെ മാനിക്കണമേ. ദൈവകൃപ പകരണമേ. സഭയെ വളർത്തണമേ. ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കണമേ. മഹത്വം അങ്ങേക്ക്. ഈ ഒരു വർഷം കൂടെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.